نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما صلوات الله والسلام على نبينا ورسولنا وقدوتنا محمد بن عبد الله وعلى آله وأصحابه وعلى من اتبعهم بإحسان إلى يوم الدين أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار സത്യവിശ്വാസികളെ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബി ശ്രേഷ്ഠരായ സഅദ് ഇബ്നു ഉബാദ, മുആദ് ഇബ്നു ജബൽ, ഉബയ്യ് ഇബ്നു ഖഅബ്, സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹും അജ്മഈൻ ഇവരോടൊപ്പം ഇരിക്കുന്ന ഒരു സദസ്സിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകളായ സൈനബ് റളിയല്ലാഹു അൻഹയിൽ നിന്ന് ഒരാൾ വന്ന് അറിയിച്ചു, സൈനബിയുടെ മകൻ മരണത്തിനോട് അടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വരണം എന്ന് ആവശ്യപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ മകളോട് സലാം അറിയിക്കാൻ പറഞ്ഞുകൊണ്ട് പറയാൻ പറഞ്ഞു, ഇന്ന ലില്ലാഹി മാ അഖദ, അല്ലാഹുവിന്റേതാണ് എന്താണോ അല്ലാഹു എടുത്തിട്ടുള്ളത് അവ, വലഹു മാ അഅത, അല്ലാഹു നൽകിയതും അവന്റേതാണ്, വകുല്ലുൻ ഇൻദഹു ബിഅജലിൻ മുസമ്മ, ഏതൊരു കാര്യത്തിനും അല്ലാഹുവിന്റെ അടുക്കൽ നിർണയിക്കപ്പെട്ട ഒരു അവധിയുണ്ട്. ഫൽതസ്ബിർ വൽതഹ്തസിബ്, അതുകൊണ്ട് അവൾ ക്ഷമിക്കട്ടെ, അവൾ അല്ലാഹുവിൽ നിന്ന് പ്രതിഫലം പ്രതീക്ഷിക്കട്ടെ എന്ന് അറിയിക്കാൻ പറഞ്ഞു. അറിയിച്ചു കഴിഞ്ഞ് വീണ്ടും ആ ദൂതൻ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, നിങ്ങൾ എന്തായാലും വരണമെന്ന് മകൾ ആവശ്യപ്പെടുന്നുണ്ടെന്ന് പറഞ്ഞു. ഈ സ്വഹാബി വര്യന്മാരോട് കൂടി തന്റെ പേരക്കുട്ടിയുടെ മരണത്തിനോട് അടുത്ത് കിടക്കുന്ന പേരമകന്റെ അടുക്കലേക്ക് പോയി ആ മകനെ മടിയിൽ വെച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണ്ണ് നിറഞ്ഞു, കണ്ണീര് വരാൻ തുടങ്ങി. ഇത് കണ്ടപ്പോൾ സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹു ചോദിച്ചു, യാ റസൂലല്ലാഹ് മാ ഹാദാ, അല്ലാഹുവിന്റെ റസൂലേ ഇതെന്താണ്? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹാദിഹി റഹ്മത്തുൻ ജഅലഹു അല്ലാഹു ഫീ ഖുലൂബി ഇബാദിഹി, ഇത് അല്ലാഹു അടിമകളുടെ ഖൽബിൽ ഇട്ടിട്ടുള്ള കാരുണ്യമാണ്. വഇന്നമാ യർഹമുല്ലാഹു മിൻ ഇബാദിഹി അർറഹമാ, അല്ലാഹു തആല അവന്റെ അടിമകളിൽ കാരുണ്യം കാണിക്കുന്നവരോടാണ് കരുണ കാണിക്കുക എന്നറിയിക്കുകയും ചെയ്തു. സഹോദരങ്ങളെ, ഈ സംഭവത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുന്ന കാര്യം, തന്റെ ഉറ്റവരും ഉടയവരുമായിട്ടുള്ള ആളുകൾ അവർ മരണപ്പെടുകയാണെങ്കിൽ, അല്ലെങ്കിൽ തനിക്ക് വിലപ്പെട്ട ഏതെങ്കിലും ഒരു വിഷയത്തിൽ മുസീബത്ത് ബാധിച്ച് നഷ്ടപ്പെടുകയാണെങ്കിൽ അവനെ ക്ഷമയിൽ ഉറപ്പിച്ചു നിർത്തുന്ന തഅസിയത്തിന്റെ അഥവാ ക്ഷമയിൽ ഉറപ്പിച്ചു നിർത്താൻ അവന് പറഞ്ഞു കൊടുക്കേണ്ട, അവനോട് പറയേണ്ട ദുആ ആണ് പഠിപ്പിച്ചിട്ടുള്ളത്. ഒരുപാട് പാഠങ്ങൾ നാം ഉൾക്കൊള്ളേണ്ട, അതുപോലെ മുസീബത്ത് ബാധിച്ചവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അവരും മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങൾ ഈ ദുആയിൽ അടങ്ങിയിട്ടുണ്ട്. പ്രധാനമായിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ ദുആയിൽ 5 കാര്യങ്ങളാണുള്ളത്. ആ 5 കാര്യങ്ങൾ ഉറ്റാലോചിക്കുന്ന, അതിൽ നിന്ന് ഗുണപാഠം ഉൾക്കൊള്ളുന്ന ഏതൊരാൾക്കും തനിക്ക് ബാധിക്കുന്ന മുസീബത്തുകൾ അതിന്റെ ഏറ്റവും നല്ല രീതിയിൽ ക്ഷമിക്കാൻ സാധിക്കുന്നു. അതുപോലെ തന്റെ മറ്റുള്ള മുസീബത്ത് ബാധിച്ചവരെ ക്ഷമിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നിടത്ത് അത് യഥാർത്ഥ രൂപത്തിൽ പറഞ്ഞു കൊടുക്കാനും സാധിക്കുന്നു. ആ 5 കാര്യങ്ങളിൽ 2 എണ്ണം ആദ്യത്തിൽ പറഞ്ഞതാണ്. ഇന്ന ലില്ലാഹി മാ അഖദ വലഹു മാ അഅത, അല്ലാഹുവിന്റേതാണ് അല്ലാഹു എടുക്കുന്നത്,
അള്ളാഹുവിന്റേതാണ്, അള്ളാഹു നൽകിയത്. അതേ സഹോദരങ്ങളെ, മനുഷ്യർ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമുക്കായി നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ കരുതുന്നുണ്ടോ, അത് നമ്മുടെ ശരീരമായാലും സൗന്ദര്യമായാലും ജീവനായാലും സമ്പത്തായാലും കുടുംബമായാലും മാതാപിതാക്കളാണെങ്കിലും മക്കളാണെങ്കിലും അതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് അനുവാദം ചോദിക്കാതെ നമുക്ക് നൽകിയിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ അതെടുക്കുമ്പോഴും അത് അള്ളാഹുവിന്റെ തീരുമാനത്തിൽപ്പെട്ടതാണ്. അത് ചോദ്യം ചെയ്യാൻ നമുക്ക് അധികാരമില്ല. അല്ലാഹു തആല പറഞ്ഞു, ഇന്ന റബ്ബകുമുല്ലാഹു അല്ലദീ ഖലഖസ് സമാവാതി വൽ അർദ് ഫീ 6 അയ്യാം. നിങ്ങളുടെ റബ്ബ് 6 ദിവസങ്ങളിലായി ആകാശഭൂമികൾ സൃഷ്ടിച്ചവനാണ്. ثم استوى على العرش, പിന്നീട് അർശിന് മേൽ ഇസ്തിവാ ചെയ്തവനാണ്. യുഗ്ശിൽ ലൈല അൻ-നഹാറ യത്ലുബുഹു ഹസീസാ, രാവ് പകലിനെ പൊതിയുന്നു, അതുപോലെ പെട്ടെന്ന് തന്നെ പകല് തിരിച്ചു വരുന്നു. വശംസ വൽ ഖമറ വൻ നുജൂമ മുസഖറാത്തിൻ ബിഅംരിഹി, സൂര്യനാവട്ടെ ചന്ദ്രനാവട്ടെ നക്ഷത്രങ്ങളാവട്ടെ അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരമാണ് കൃത്യമായി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അലാ ലഹുൽ ഖൽഖു വൽ അംർ, അലാ ലഹുൽ ഖൽഖു വൽ അംർ, അവന്റേതാണ് സൃഷ്ടിപ്പ്, അവന്റേതാണ് തീരുമാനം. അവൻ സൃഷ്ടിച്ചതാണെങ്കിൽ അവന്റെ തീരുമാനമാണ് അതിന്റെ മേലെ നടപ്പിലാവുക. തബാറകല്ലാഹു റബ്ബുൽ ആലമീൻ, റബ്ബുൽ ആലമീനായ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹപൂർണനായിരിക്കുന്നു എന്ന് അല്ലാഹു തആല നമ്മെ പറയുന്നുണ്ട്, പഠിപ്പിച്ചു തരുന്നുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, നാം മനസ്സിലാക്കണം, നാം ഇവിടെ ജനിച്ചതോ നമുക്ക് മാതാപിതാക്കളെ ലഭിച്ചതോ നമുക്കുള്ള എന്ത് കാര്യം ലഭിക്കുന്നതും അള്ളാഹു നൽകിയതുകൊണ്ട് മാത്രമാണ്. അള്ളാഹു നമ്മോട് അനുവാദം ചോദിച്ചിട്ടില്ല, അള്ളാഹു നമ്മോട് അഭിപ്രായം ചോദിച്ചിട്ടില്ല, അള്ളാഹു നൽകിയതാണ്. അതുകൊണ്ട് തന്നെ എടുക്കുന്ന കാര്യങ്ങളിൽ അതെല്ലാം അള്ളാഹുവിന്റേതാണ്. അതുകൊണ്ടാണ് തനിക്ക് ബാധിക്കുന്ന മുസീബത്തുകളിൽ ഏറ്റവും നല്ല വാക്കായ ഇസ്തിർജാ പറയുന്നവർ അള്ളാഹുവിന്റെ അടുക്കൽ അള്ളാഹുവിന്റെ കാരുണ്യത്തിന് അർഹനാകുന്ന നേരായ മാർഗം സിദ്ധിച്ചവരാകുന്നത്. അള്ളാഹു തആല പറഞ്ഞു, അല്ലദീന ഇദാ അസ്വാബതുഹും മുസീബ ഖാലു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എന്തെങ്കിലും മുസീബത്ത് ബാധിച്ചാൽ ഹിദായത്തിലുള്ള ആളുകൾ അവർ പറയും ഇന്നാ ലില്ലാഹി, എല്ലാം അല്ലാഹുവിന്റേതാണ്. നമ്മളും നമ്മുടേതായിട്ട് എന്തെല്ലാം ഉണ്ടോ അതെല്ലാം അതിന്റെ അധികാരം യഥാർത്ഥത്തിൽ അല്ലാഹുവിന്റേതാണ്. വ ഇന്നാ ഇലൈഹി റാജിഊൻ, തീർച്ചയായിട്ടും നമ്മളെല്ലാം അല്ലാഹുവിലേക്ക് മടങ്ങപ്പെടേണ്ടതുമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, മുസീബത്തുകളുടെ വിഷയത്തിൽ നാം മനസ്സിലാക്കേണ്ട അടിസ്ഥാന പാഠം ഈ 2 കാര്യങ്ങളാണ്. നൽകുന്നതും തടയുന്നതും അല്ലാഹുവാണ്. അത് മനസ്സിലാക്കിയ സ്വഹാബികൾ അവരുടെ ജീവിതത്തിൽ നമുക്ക് കാണാം. ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ തന്റെ ഭർത്താവായ അബൂ തൽഹ യാത്ര കഴിഞ്ഞു വരുമ്പോൾ മകൻ മരണപ്പെട്ട വിവരം അറിയിക്കുന്ന ഒരു സന്ദർഭം ഹദീസിൽ കാണാം. മരണപ്പെട്ട വിവരം ഭർത്താവിനെ അറിയിച്ചിട്ടില്ല. ഭർത്താവിനെ ഏറ്റവും നല്ല രീതിയിൽ സൽക്കരിച്ച് ഭക്ഷണം കൊടുത്ത് ഭർത്താവ് പൂർണ്ണ തൃപ്തനാണെന്ന് മനസ്സിലായപ്പോൾ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ അബൂ തൽഹയോട് ചോദിച്ചു, യാ അബൂ തൽഹ, ഏ അബൂ തൽഹ, അറഅയ്ത ലൗ അന്ന ഖൗമൻ ആറു ആരിയതഹും അഹ്ല ബൈത്തിൻ ഫതലബു ആരിയതഹും അലഹും അൻ യംനഉഹും. ഒരു കൂട്ടം ആളുകൾ അവർ മറ്റൊരാളെ കുറച്ച് കാര്യം ഏൽപ്പിച്ചു. അങ്ങനെ ആ കാര്യം തിരിച്ചു ചോദിക്കുമ്പോൾ അവർക്കത് നൽകാതെ തടയാൻ പറ്റുമോ, തടയൽ അനുവദനീയമാണോ എന്ന് ചോദിച്ചു. അപ്പൊ അബൂ തൽഹ പറഞ്ഞു, ഇല്ല, അത് പാടില്ല, തൽക്കാലത്തിൽ നൽകിയതാണ്, തിരിച്ചു കൊടുക്കണം. അപ്പോൾ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഫഹ്തസിബ് ഇബ്നക്, നിങ്ങളുടെ മകന്റെ വിഷയത്തിൽ അള്ളാഹുവിൽ പ്രതിഫലം പ്രതീക്ഷിക്കുക. അഥവാ അള്ളാഹു നിങ്ങൾക്ക് നൽകിയ മകനെ അള്ളാഹു തിരിച്ചെടുത്തിട്ടുണ്ട് എന്ന് പ്രതിഫലം പ്രതീക്ഷിക്കാൻ അബൂ തൽഹയോട് ഉമ്മു സുലൈം പറയുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമുക്ക് ബാധിക്കുന്ന മുസീബത്താവട്ടെ, നമ്മുടെ സഹോദരങ്ങളെ മുസീബത്ത് ബാധിച്ചതിന്റെ പേരിൽ നമ്മൾ ആശ്വസിക്കുമ്പോൾ അനുശോചനം നടത്തുമ്പോഴാകട്ടെ, നാം മനസ്സിലാക്കണം അതിന്റെ എല്ലാം പൂർണ്ണ അധികാരം അള്ളാഹുവിന്റെ അടുക്കലാണ്. മൂന്നാമത്തെ കാര്യം, ഈ ദുആയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, വകുല്ലു ഷൈഇൻ ഇൻദഹു ബിഅജലിൻ മുസമ്മ, എല്ലാ കാര്യവും ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിന്റെ അടുക്കൽ നിർണയിക്കപ്പെട്ട അവധിയുള്ളതാണ്. അല്ലാഹു തആല പറഞ്ഞു, അലം തറ അന്നല്ലാഹ യൂലിജുൽ ലൈല ഫിൻ നഹാർ വയൂലിജുൻ നഹാറ ഫിൽ ലൈൽ വസഖറ അശ്-ശംസ വൽ ഖമർ കുല്ലു യജ്രി ഇലാ അജ്ലിൻ മുസമ്മ. നിങ്ങൾ കണ്ടിട്ടില്ലേ, നിങ്ങൾ ചിന്തിച്ചിട്ടില്ലേ, രാവും പകലും മാറി മാറി വരുന്നത്, രാവിനെ പകലിലേക്കും പകലിനെ രാവിലേക്കും പ്രവേശിപ്പിക്കുന്നത്, സൂര്യനും ചന്ദ്രനും മാറി മാറി വരുന്നത്, അതെല്ലാം അള്ളാഹുവിന്റെ അടുക്കൽ നിർണയിക്കപ്പെട്ട അവധി, ഒരു സമയം, അതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. അല്ലാഹു തആല പറഞ്ഞു, ഹുവല്ലദീ ഖലഖകും മിൻ തീൻ ثم قضى أجله وأجل مسمى عنده. അല്ലാഹുവാണ്
നിങ്ങളെ കളിമണ്ണിൽ നിന്ന് സൃഷ്ടിച്ചവൻ. എന്നിട്ടതാ നിർണയിക്കപ്പെട്ട ഒരു സമയം വരെ നിങ്ങളുടെ ആയുസ് തീരുമാനിച്ചവൻ അവനാണ്. അതിനുശേഷം നിങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന സമയവും നിർണയിക്കുന്നത് അവനാണ്. പൂർണ്ണമായി അതിന്റെ അധികാരം അള്ളാഹുവിന്റെ അടുക്കലാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഏതൊരു കാര്യത്തിനും, നമ്മുടെ ആയുസ്സിനാവട്ടെ, നമ്മുടെ സമ്പത്തിനാവട്ടെ, നമ്മുടെ എല്ലാ കാര്യങ്ങളുമാവട്ടെ, അള്ളാഹു നിർണയിക്കപ്പെട്ട അടിസ്ഥാനത്തിൽ മാത്രമേ അത് സംഭവിക്കുകയുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കതബല്ലാഹു മഖാദിറൽ ഖലായിഖ് ഖബ്ല അൻ യഖ്ലുഖ അസ്സമാവാതി വൽ അർദ് ബി50,000 സന. ആകാശഭൂമികളെ സൃഷ്ടിക്കുന്നതിന്റെ 50,000 വർഷം മുമ്പ് അല്ലാഹു തആല സൃഷ്ടികളുടെ എല്ലാ ഖദറുകളും രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. നമുക്ക് ലഭിക്കുന്നതാവട്ടെ, നമുക്ക് നഷ്ടപ്പെടുന്നതാവട്ടെ, അതെല്ലാം അല്ലാഹു നിർണയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് സംഭവിക്കുകയുള്ളൂ. നാലാമത്തെ കാര്യം ഈ ദുആയിൽ പറഞ്ഞു, ഫൽതസ്ബിർ, അതുകൊണ്ട് അവൾ ക്ഷമിക്കട്ടെ. അതുകൊണ്ട് മുസീബത്ത് ബാധിച്ചവൻ ക്ഷമിക്കട്ടെ. അതേ സഹോദരങ്ങളെ, ഒരു മുഅ്മിനിന്റെ മേലെ, ഒരു മുസ്ലിമിന്റെ മേലെ നിർബന്ധമായിട്ടുള്ള കാര്യമാണ് അവന് ബാധിക്കുന്ന മുസീബത്തുകൾ എന്ത് നഷ്ടമാണെങ്കിലും അതിൽ ക്ഷമിക്കുക എന്നുള്ളത്. അല്ലാഹു തആല പറഞ്ഞു, വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശ്ശിരിസ് സ്വാബിരീൻ. തീർച്ച അല്ലാഹു പരീക്ഷിക്കും, നിങ്ങളെ ഭയം കൊണ്ട് പരീക്ഷിക്കും, പട്ടിണി കൊണ്ട് പരീക്ഷിക്കും, നിങ്ങളുടെ സമ്പത്തിലും സ്വന്തത്തിലും വിഭവങ്ങളിലുമുള്ള കുറവ് കൊണ്ട് പരീക്ഷിക്കും. വബശ്ശിരിസ് സ്വാബിരീൻ, ക്ഷമ അവലംബിക്കുക, അതിൽ ക്ഷമിക്കുക, അവർക്കതാ സന്തോഷ വാർത്തയുണ്ട് എന്ന് പറഞ്ഞു. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നു പോകുന്ന സമയത്ത് ഒരു ഖബറിനടുക്കൽ ഒരു സ്ത്രീ പൊട്ടിക്കരയുന്നത് കണ്ടു. പൊട്ടിക്കരയുന്നത് കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം, നീ ക്ഷമിക്കാൻ പറഞ്ഞു, നീ ക്ഷമിക്കണമെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് എന്നറിയാതെ ആ സ്ത്രീ പറഞ്ഞു, ഇലൈക അന്നി, നിങ്ങൾ ദൂരെ പോ, ഫഇന്നക ലം തുസബ്ബി മുസീബതി, എനിക്ക് ബാധിച്ച മുസീബത്ത് നിങ്ങൾക്ക് ബാധിച്ചിട്ടില്ല, എനിക്ക് ബാധിച്ചത് നിങ്ങൾക്ക് ബാധിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും പറയാതെ പോയി. ആളുകൾ പറഞ്ഞു, നിങ്ങൾ സംസാരിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണെന്ന് പറഞ്ഞപ്പോൾ ആ സ്ത്രീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ വന്നു. അപ്പോൾ അറിയാതെ പറഞ്ഞതാണെന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നമസ്സബ്റു ഇൻദ സ്വദ്മത്തിൽ ഊലാ, ക്ഷമയുണ്ടാകേണ്ടത് ഒന്നാമത്തെ സമയത്താണ്, ആദ്യ സമയത്താണ്. അഥവാ എന്തെങ്കിലും ഒരു മുസീബത്ത് ബാധിക്കുമ്പോൾ, എന്തെങ്കിലും ഒരു പരീക്ഷണം നേരിടുമ്പോൾ അതിന്റെ ആദ്യ സമയത്തുള്ള ക്ഷമയാണ് ഏറ്റവും ഉത്തമമായത്. അതാണ് യഥാർത്ഥത്തിൽ ക്ഷമ. എല്ലാം കഴിഞ്ഞ അവസാനത്തിൽ ഞാനിതാ ക്ഷമിക്കുന്നു എന്ന് പറയുന്നതല്ല, അതിന്റെ ആരംഭത്തിലുള്ളത്. അല്ലാഹു തആല പറഞ്ഞു, ഇന്നമാ യുവഫസ്സാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ്, ക്ഷമിക്കുന്നവർക്ക് ഒരു കണക്കും നോക്കാതെ, ഒരു കണക്കില്ലാതെ പ്രതിഫലം നൽകുന്നവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലം നൽകുമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അതാണ് നാലാമത്തെ കാര്യം. അഞ്ചാമതായി ഈ ദുആയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, വൽ തഹ്തസിബ്, അവൾ അല്ലാഹുവിൽ നിന്ന് പ്രതിഫലം പ്രതീക്ഷിക്കട്ടെ. അതെ, ഒരു മുസീബത്ത് ഏതൊരു മനുഷ്യന് മുഅ്മിനായിക്കൊണ്ട് അവന് ബാധിക്കുന്ന ഏതൊരു മുസീബത്തിലും അവനുള്ള ഏറ്റവും വലിയ സമാധാനം അല്ലാഹുവിൽ പ്രതിഫലം പ്രതീക്ഷിക്കാം എന്നുള്ളതാണ്. മറ്റുള്ള ആളുകൾക്ക് അതിന് സാധിക്കില്ല, എന്നാൽ ഒരു മുഅ്മിനിന് അതിന് സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നൽ അബ്ദ ഇദാ സബഖത് ലഹു മിനല്ലാഹി മൻസിലതൻ ലം യബ്ലുഗ്ഹാ ബിഅമലി, കർമ്മങ്ങൾ കൊണ്ടല്ലാതെ അല്ലാഹുവിന്റെ അടുക്കൽ ഉന്നതമായ സ്ഥാനത്തിലെത്തുന്ന അടിമകളുണ്ട്. എന്താണ് അതിന് കാരണം? ഇബ്തലാഹുല്ലാഹു ഫീ ജസദിഹി ഔ ഫീ മാലിഹി ഔ ഫീ വലദിഹി, അവന്റെ ശരീരത്തിലും അവന്റെ സമ്പത്തിലും അവന്റെ സന്താനങ്ങളിലും അല്ലാഹു അവനെ പരീക്ഷിച്ചിട്ടുണ്ടാവും. ثم صبره على ذلك, അവൻ അതിൽ ക്ഷമ കാണിച്ചു. ഹത്താ യുബ്ലിഗഹുൽ മൻസിലതല്ലതി സബഖത് ലഹു മിനല്ലാഹ്, അവൻ അങ്ങനെ അല്ലാഹുവിന്റെ അടുക്കൽ ഉന്നതമായ സ്ഥാനത്തെത്തുന്നു. അതെ, അമൽ കൊണ്ടല്ലാതെ പരീക്ഷണങ്ങളിലെ ക്ഷമ കൊണ്ട് ചില ആളുകൾ ഉന്നതമായ ദറജയിൽ അല്ലാഹുവിന്റെ അടുക്കൽ എത്തും. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ യസാലുൽ ബലാഉ മിൽ മുഅ്മിൻ വൽ മുഅ്മിന, സത്യവിശ്വാസിയായാണോ പെണ്ണോ അവൾക്ക് പരീക്ഷണങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഫീ നഫ്സിഹി വവലദിഹി വമാലിഹി, അവന്റെ സ്വന്തത്തിൽ, അവന്റെ സമ്പത്തിൽ, അവന്റെ സന്താനങ്ങളിൽ. ഹത്താ യൽഖല്ലാഹ തആല വമാ അലൈഹി ഖതീഅ, അവന്റെ മേലെ ഒരു പാപവുമില്ലാതെ അതെല്ലാം പൊറുക്കപ്പെട്ട അവസ്ഥയിൽ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഏതൊരു ബുദ്ധിമുട്ടും മുസീബത്തും നമ്മെ ബാധിച്ചാലും അല്ലാഹുവിൽ നിന്ന് പ്രതിഫലം പ്രതീക്ഷിക്കുന്ന ആളുകളായി നാം മാറണം. ഈ കാര്യങ്ങൾ, ഈ 5 കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അനുശോചനമായി ആളുകൾ മരണപ്പെട്ടാൽ, ഉറ്റവർ മരണപ്പെട്ട, പ്രിയപ്പെട്ടവർ മരണപ്പെട്ട, നഷ്ടങ്ങൾ സംഭവിച്ച ആളുകളോട് ഈ വാക്കുകൾ പറയുമ്പോൾ അത് പറയുന്ന നമ്മളും അത് കേൾക്കുന്നവരും ഉറ്റാലോചിക്കാൻ
പാഠങ്ങളാണ് ഈ ദുആയിലുള്ളത്. ഇന്നലില്ലാഹി മാ അഖദ വലഹു മാ അത. അല്ലാഹുവിന്റേതാണ് നൽകിയതും പിടിച്ചു വെച്ചതുമെല്ലാം അധികാരം അത് അല്ലാഹുവിന്റേതാണ്. വകുല്ലും ഇൻദഹു ബിഅജലിൻ മുസമ്മ. എല്ലാ കാര്യത്തിനും അല്ലാഹു നിർണയിക്കപ്പെട്ട ഒരു സമയമുണ്ട്. ആ സമയത്ത് അത് സംഭവിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് തന്നെ വൽ തസ്ബിർ ഫൽ തസ്ബിർ, അതുകൊണ്ട് ക്ഷമിക്കുക. വൽ തഹ്തസിബ്, അല്ലാഹുവിന് പ്രതിഫലം പ്രതീക്ഷിക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹ്ദഹു അസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ ബഅദഹു. ഇബാദല്ലാഹ് ഇത്തഖുല്ലാഹ്. സഹോദരങ്ങളെ, നാം ആരംഭത്തിൽ പറഞ്ഞ ആ സംഭവത്തിൽ ക്ഷമിക്കാനും പ്രതിഫലം പ്രതീക്ഷിക്കാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിനു ശേഷം തന്റെ പേരക്കുട്ടി ജീവൻ അവസാനിക്കുന്ന അവസാനത്തെ നിമിഷത്തിൽ മടിയിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ണു നിറഞ്ഞപ്പോൾ സ്വഹാബി അത്ഭുതത്തോട് ചോദിച്ചു, എന്താണ് റസൂലേ ഇതൊക്കെ പറഞ്ഞിട്ട് നിങ്ങളും കരയാണോ? അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഹാദിഹി റഹ്മത്തുൻ ജഅലഹല്ലാഹു ഫീ ഖുലൂബി ഇബാദിഹി. അല്ലാഹു അവന്റെ അടിമകളുടെ ഖൽബിലിട്ടിട്ടുള്ള കാരുണ്യമാണത്. അത് മാനുഷികമായി ഉണ്ടാകുന്നതാണ്. എന്നിട്ട് പറഞ്ഞു, വഇന്നമാ യർഹമുല്ലാഹു മിൻ ഇബാദിഹി അർറഹ്മാ. കാരുണ്യം കാണിക്കുന്നവരോടാണ് അല്ലാഹു കരുണ കാണിക്കുകയുള്ളൂ. അതുകൊണ്ട് സഹോദരങ്ങളെ, നാം അറിയുന്നത് പോലെ നമ്മുടെ ചുറ്റും പല ബുദ്ധിമുട്ടുകളാ മുസീബത്തുകളാ ബാധിച്ച് ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ട എല്ലാ രീതിയിലുള്ള സമ്പത്തും ശരീരവും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകളെ നമുക്കറിയാം. അതുകൊണ്ട് തന്നെ അവരോട് കാരുണ്യം കാണിക്കുക എന്നുള്ളത് അള്ളാഹുവിൽ നിന്നുള്ള കാരുണ്യം ലഭിക്കാൻ കാരണമാകുന്ന കാര്യമാണ്. അള്ളാഹു അടിമകളുടെ ഖൽബിൽ ഇട്ടുകൊടുക്കുന്ന കാരുണ്യത്തിന്റെ ഭാഗമായി ഈ ആളുകൾക്ക് ഏതൊരു രീതിയിലാണോ നമുക്ക് സഹായിക്കാൻ സാധിക്കുക, സാമ്പത്തികമായിട്ടാണോ, പ്രാർത്ഥനകൾ കൊണ്ടാണോ, ശാരീരികമായിട്ടാണോ, എങ്ങനെയാണോ അതിന് നാം പരിശ്രമിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അർറാഹിമൂൻ യർഹമുഹുമുർ റഹ്മാൻ ഇർഹമു മൻ ഫിൽ അർദ് യർഹംകും മൻ ഫിസ് സമാ. കരുണ കാണിക്കുന്നവരോടാണ് അല്ലാഹുവിൽ നിന്നുള്ള കാരുണ്യം, റഹ്മാനായ റബ്ബിൽ നിന്നുള്ള കാരുണ്യം ഉണ്ടാവുക. അതുകൊണ്ട് ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കുക, ആകാശത്തുള്ളവൻ നിങ്ങളോടും കരുണ കാണിക്കുന്നതാണ്. അതുകൊണ്ട് ഈ ബുദ്ധിമുട്ടുകൾ, ഈ മുസീബത്തുകൾ ബാധിച്ച ആളുകൾ അതിൽ നമുക്ക് സഹായിക്കാൻ പറ്റുന്ന രീതിയിൽ നാം പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ക്ഷമ അവലംബിക്കാനും ഉറച്ചു നിൽക്കാനും നമ്മുടെ സഹോദരങ്ങൾക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഇതുപോലെയുള്ള മുസീബത്തുകളിൽ നിന്ന് നമ്മെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ സഹോദരങ്ങളെയും അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ.